വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDF വിജയിക്കുമെന്ന് പീപ്പിൾ ടിവിക്ക് വേണ്ടി സെന്റർ ഫോർ ഇലക്ടറൽ സ്റ്റഡീസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ പ്രവചിക്കുന്നു. LDFന് 85 മുതൽ 90 വരെ സീറ്റുകളും UDFന് 50 മുതൽ 55 വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചനം. 4 സീറ്റുകളിൽ BJPക്ക് ഉറച്ച സീറ്റുകൾ ഒന്നുമില്ലെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരു വിജയിക്കും? പീപ്പിൾ ടിവിക്ക് വേണ്ടി സെന്റർ ഫോർ ഇലക്ടറൽ സ്റ്റഡീസ് നടത്തിയ അഭിപ്രായ സർവേയുടെ അന്തിമ ഫലം ഇങ്ങനെയാണ്. എങ്ങനെയാണ് കേരളം ഇന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്? ആർക്ക് എത്ര സീറ്റ് കിട്ടും, എത്ര ശതമാനം വോട്ട് കിട്ടും നോക്കുക. LDF 88 മുതൽ 90 സീറ്റ് വരെ, UDF 50 മുതൽ 55 വരെ, BJP 0 to 4 4 സീറ്റ് വരെ BJPക്ക് പോകാം. പെർസെന്റേജ് ഓഫ് വോട്ട്സ് വളരെ പ്രധാനപ്പെട്ടത്. LDFന് കിട്ടാൻ സാധ്യതയുള്ള പെർസെന്റേജ് 40.8, UDF 37.3, BJP 12.1, മറ്റുള്ളവർ 1.8. പൊതുവെ UDF തട്ടകം എന്നറിയപ്പെടുന്ന മധ്യ കേരളത്തിൽ UDFന് നേരിയ മേൽക്കൈയുണ്ട്. മധ്യ കേരളം LDF 19 മുതൽ 20 സീറ്റ് വരെ 36.5% വോട്ട്, UDF 21, 23, 39.1, BJP 0. പക്ഷേ എങ്കിൽ പോലും 12.6% വോട്ട്. അതേഴ്സില് നോ റെസ്പോൺസ് കൂടി ഉണ്ടല്ലേ? അതെ, പ്രതികരിക്കാത്തവരും മറ്റുള്ളവരും കൂടെ ചേർന്ന് 11.8. ഇതാണ് മധ്യ കേരളത്തിന്റെ CS കാണുന്ന ഫലം. തെക്കൻ കേരളത്തിൽ LDF വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും സർവേ പ്രവചിക്കുന്നു. സൗത്ത് കേരള എങ്ങനെ ആയിരിക്കും ഇന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്? CS-ന്റെ കണക്ക് പ്രകാരം ഇതാണ്. LDF 29 മുതൽ 32 വരെ 42.2 വോട്ട്, UDF 7 മുതൽ 9 വരെ. ഒരുപക്ഷെ UDFന്റെ ഏറ്റവും വലിയ തിരിച്ചടി സംഭവിക്കാൻ പോകുന്ന ഒരു മേഖല തെക്കൻ കേരളമാണ്. പ്രതീക്ഷയോടെ മത്സരിക്കുന്ന BJPക്ക് 4 സീറ്റുകളിൽ ജയസാധ്യതയുണ്ട്. എന്നാൽ ഒരു സീറ്റിലും വിജയം ഉറപ്പിക്കാനാകില്ലെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്. നവാഗതരായ വോട്ടർമാർ ഉൾപ്പെടെ എല്ലാ പ്രായവിഭാഗങ്ങൾക്കിടയിലും LDFന് മേൽക്കൈയുള്ളതായി CES സർവേ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ LDFന്റെ സ്വാധീനം വർദ്ധിക്കുന്നതായും സർവേ വ്യക്തമാക്കുന്നു. തൊഴിലില്ലായ്മ നിയന്ത്രിക്കുന്നതിലും വിദ്യാഭ്യാസ മേഖലയിലെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളിലും LDF ആണ് മുന്നിലെന്ന് സർവേയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടുന്നു. കർഷകരുടെ അവസ്ഥ മെച്ചപ്പെട്ടെന്ന് 24.7% പേർ അഭിപ്രായപ്പെടുമ്പോൾ മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് 35.9% പേരും, കൂടുതൽ മോശമായെന്ന് 30.9% പേരും പറയുന്നു. BJP BDJS സഖ്യം മുന്നണികളെ ബാധിക്കില്ലെന്നാണ് 49% പേരുടെയും അഭിപ്രായം. BJPക്ക് വോട്ട് ചെയ്യുന്നവരിലെ 30% പേർ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നവരാണ്. ശാശ്വതീകാനന്ദയുടേത് ദുരൂഹ മരണമാണെന്ന് 34.6% പേരും, അല്ലെന്ന് 25.2% പേരും കരുതുമ്പോൾ 40.2% പ്രതികരണം ഇല്ല. ലിംഗാടിസ്ഥാനത്തിൽ പിന്തുണ ആരായുമ്പോൾ പുരുഷന്മാരിലും സ്ത്രീകളിലും മേൽക്കൈ LDFനാണ്. 24 വയസ്സിന് താഴെയുള്ള വോട്ടർമാർക്കിടയിൽ LDFന് വൻ ജനപിന്തുണയാണ് ഉള്ളത്. LDFനെ 44.5% ചെറുപ്പക്കാർ പിന്തുണയ്ക്കുമ്പോൾ UDFനെ 35.2% പേരും, BJPയെ 12.3% പേരും പിന്തുണയ്ക്കുന്നു. മധ്യവയസ്കർ, വൃദ്ധർ എന്നിവരിലും മേൽക്കൈ LDFനു തന്നെ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരിൽ LDFന് നല്ല മേൽക്കൈയുണ്ട്. എന്നാൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരിൽ UDFനാണ് നേരിയ മേൽക്കൈ. ഹിന്ദുക്കളിലെ 47.8% LDFനെയും 25.1% UDFനെയും പിന്തുണയ്ക്കുമ്പോൾ BJPക്ക് ലഭിക്കുന്നത് 17.9% പേരുടെ പിന്തുണ. മുസ്ലിം വിഭാഗത്തിൽ UDFന് 53.3%-ന്റെയും LDFന് 33.8%-ന്റെയും പിന്തുണ ലഭിക്കുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിലെ 51.4% പേർ UDFനെ പിന്തുണയ്ക്കുമ്പോൾ LDFന് ലഭിക്കുന്നത് 31.4%-ന്റെ പിന്തുണ. മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ LDFുമായി അടുക്കുന്നതായും സർവേ വ്യക്തമാക്കുന്നു.
കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് പ്രത്യേക ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യമുന്നയിച്ച് ജോസഫ് വിഭാഗം മുഖ്യമന്ത്രിയെ കണ്ടു. സീറ്റ് തർക്കത്തെ തുടർന്നാണ് നീക്കം. മുന്നണി വിടണമെന്നും ജോസഫ് ഗ്രൂപ്പിലെ ഭൂരിഭാഗം നേതാക്കൾക്കും അഭിപ്രായമുണ്ട്. അതേസമയം കേരള കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്നും കെ.എം. മാണിയും മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. UDFിൽ പ്രത്യേക ഘടകകക്ഷിയായി പരിഗണിക്കണമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടണമെന്ന നിലപാട് ജോസഫ് വിഭാഗത്തിലെ ഭൂരിഭാഗം നേതാക്കൾക്കുമുണ്ട്. മുന്നണിയിൽ തുടരണമെന്ന് അഭിപ്രായപ്പെടുന്നത് PJ ജോസഫ് മാത്രമാണ്. UDF നേതൃത്വത്തിന്റെ അനുനയ ശ്രമങ്ങൾക്കൊടുവിലും പാർട്ടിയിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ PJ ജോസഫ് നിഷേധിച്ചില്ല. ഉൾപ്പെടെയുള്ള ആളുകൾ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റില്ലെന്നാണ് മാണി സാർ അടക്കമുള്ളത്. അല്ല, കാര്യങ്ങളങ്ങനെ ആ നിലയിൽ അവസാനമായി പറയാവുന്നൊരു സ്ഥിതിയല്ല. ആ കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ജോസഫിന് പരാതിയുണ്ടെന്നത് മാധ്യമ വാർത്തകൾ മാത്രമാണെന്ന് കെ.എം. മാണിയും മുഖ്യമന്ത്രിയും പറഞ്ഞു. ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതോ വിജയിക്കണ്ട, മത്സരിച്ച ഏതെങ്കിലും ഒരു സീറ്റ് കേരള കോൺഗ്രസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെയൊന്നും ഒരു സാഹചര്യവും ഈ പാർട്ടിക്കകത്തില്ല. നിങ്ങളൊക്കെ യാതൊരു സത്യവുമായിട്ട് ബന്ധമില്ലാത്ത വാർത്തകളാണ് നിങ്ങൾ കൊടുക്കുന്നത്. എന്നെ ഡൽഹിയിൽ നിന്ന് ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ശ്രീ PJ ജോസഫും ഞങ്ങളെല്ലാവരും ഇന്ന് ഒന്നിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നിലവിലുള്ള 4 സീറ്റുകൾക്ക് പുറമെ ഫ്രാൻസിസ് ജോർജിന് പൂഞ്ഞാറും ആന്റണി രാജുവിന് തെക്കൻ മേഖലയിലും സീറ്റ് വേണമെന്നതാണ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം. അങ്ങനെയല്ലെങ്കിൽ മാണിക്കൊപ്പം തുടരില്ലെന്നും നേതാക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധം മറികടക്കാനാവാതെയാണ് നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി സർക്കാരിന്റെ ഒളിച്ചോട്ടം. പാമോലിൽ കേസിലെ കോടതി പരാമർശത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നിയമസഭയെ തന്നെ സർക്കാർ ഇല്ലായ്മ ചെയ്യുകയാണെന്ന് VS ആരോപിച്ചു. പാമോലിൻ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്ക് തെളിവായിരിക്കുന്നുവെന്ന തൃശൂർ വിജിലൻസ് കോടതിയുടെ പരാമർശമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചാ നോട്ടീസ്. കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന വിജിലൻസ് കോടതി പരാമർശിച്ച പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൽസ്ഥാനം രാജിവെക്കണമെന്ന് നോട്ടീസ് നൽകി സംസാരിച്ച രാജു എബ്രഹാം ആവശ്യപ്പെട്ടു. എന്നാൽ പ്രസക്തമല്ലാത്ത ഒരു പ്രതിയുടെ ഡിസ്ചാർജ് പെറ്റീഷൻ പരിഗണിക്കവേ കോടതി നടത്തിയ പരാമർശത്തിന് യാതൊരു പ്രാധാന്യവും പ്രസക്തിയുമില്ലെന്ന് മറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചു. വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. തുടർന്ന് മറുപടി പറയാൻ മുഖ്യമന്ത്രി എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. പാമോലിൻ കേസിൽ സർക്കാർ ഖജനാവിന് 1 രൂപയുടെ പോലും നഷ്ടമുണ്ടായിട്ടില്ല. തന്നെ കേസിൽ പ്രതി ചേർത്തിട്ടില്ലെന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മറുപടി പറഞ്ഞ ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. മന്ത്രിമാരുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഴിമതിയുടെ പേരിൽ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അഴിമതിയുടെ പേരിൽ കോടതികളിൽ നിന്ന് കവിളത്ത് തുടരെ അടികിട്ടുകയാണെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പാമോയിൽ കേസ് ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യം അരിഞ്ഞു വീഴ്ത്തിയത് കെ കരുണാകരനെയാണെന്നും VS ചൂണ്ടിക്കാട്ടി. സ്പീക്കറുടെ നടപടിയെ തുടർന്നുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സ്പീക്കർ ശ്രമിച്ചപ്പോൾ പ്രതിഷേധം ശക്തിപ്പെടുത്തി പ്രതിപക്ഷം അതിനെ പ്രതിരോധിച്ചു. തുടർന്ന് സ്പീക്കർ സഭ 1 മണിക്കൂറിലധികം നിർത്തിവെച്ചു. പിന്നീട് സഭ പുനരാരംഭിച്ചപ്പോൾ നാളത്തെ സഭയിലെ ബിസിനസ് ഇന്ന് തന്നെ നടത്തണമെന്ന പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഭരണപക്ഷം അത് പാസാക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ കോടതി വിധികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നടപടികൾക്ക് വിരാമമിടാനും സഭ തന്നെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള അത്യന്തം ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ 2 ദിവസത്തെ ബിസിനസ് വേഗത്തിൽ നടത്തി 13ാം നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് തിരശ്ശീലയിട്ടു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നികുതി പിരിവിലെ വീഴ്ച കൊണ്ട് 1771 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി CAG റിപ്പോർട്ട്. മണൽ കുറഞ്ഞ നിരക്കിൽ വിറ്റതുമൂലം 115 കോടിയുടെ നഷ്ടമുണ്ടായി. പ്രീ മെട്രിക് ഹോസ്പിറ്റലുകളിൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ലെന്നും റിപ്പോർട്ട് കണ്ടെത്തി. 2014-15 കാലയളവിൽ സംസ്ഥാനത്ത് നികുതി പിരിവിലെ വീഴ്ച കൊണ്ട് 1771.71 കോടി രൂപയുടെ നഷ്ടം ഖജനാവിനുണ്ടാക്കിയതായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് കണ്ടെത്തി. കേരള പൊതുവിൽപ്പന നികുതി, മൂല്യവർദ്ധിത നികുതി, കേന്ദ്ര വിൽപ്പന നികുതി എന്നിവയുമായി ബന്ധപ്പെട്ട് നികുതി നിർണ്ണയത്തിലെ വീഴ്ചയാണ് നഷ്ടത്തിനിടയാക്കിയതെന്നും റിപ്പോർട്ട് പറയുന്നു. വ്യാപാരികളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തതിൽ 200.94 കോടി രൂപ നികുതി ഇനത്തിലും ഈടാക്കാനായില്ല. ചട്ടങ്ങളും വ്യവസ്ഥകളും പാലിക്കാതെ നികുതി നിശ്ചയിച്ചത് 744.99 കോടിയുടെ നഷ്ടമുണ്ടാക്കിയതായും റിപ്പോർട്ട് കണ്ടെത്തി. കണ്ണൻദേവൻ സമയത്തിന് നികുതി നൽകാത്തത് 1.95 കോടി കാർഷികാദായ നികുതിയിൽ കുറവുണ്ടാക്കി.
വൈദ്യുതി തിരിവുമായി ബന്ധപ്പെട്ട് പലിശ ഈടാക്കാത്തതിലുണ്ടായ പിഴവ് മൂലം 2699 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും റിപ്പോർട്ട് കണ്ടെത്തി. മണലിന്റെ വില കുറച്ച് നിശ്ചയിച്ചതും ലേലം നടത്താത്തതും 115 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് CAG പറയുന്നു. റിവർ മാനേജ്മെന്റ് ഫണ്ടിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായി പണമടയ്ക്കുന്നില്ല. പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ വാർഡന്മാരില്ലാത്തത് പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയുണ്ടാക്കുന്നെന്നും CNDG കണ്ടെത്തി. മദ്രസ നവീകരണത്തിനുള്ള കേന്ദ്ര ഗ്രാന്റ് അർഹതയില്ലാത്ത 39 മദ്രസകൾക്ക് നൽകിയപ്പോൾ അർഹതയുള്ള ഒരേയൊരു മദ്രസയ്ക്ക് ഒരു സഹായവും നൽകിയില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. മദ്രസകളിൽ കേന്ദ്ര ചട്ടം മറികടന്ന് പാർട്ട് ടൈം അധ്യാപകരുടെ ശമ്പളം നൽകി. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും CNDG റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. നിയമസഭയിൽ നിന്നും S. ഷീജ. തെളിവുകളടങ്ങിയ പെൻഡ്രൈവ് സരിത സോളാർ കമ്മീഷന് കൈമാറി. 26-ാം തീയതി നൽകിയ മൊഴി സാധൂകരിക്കുന്ന തെളിവുകളടങ്ങിയ പെൻഡ്രൈവാണ് കൈമാറിയത്. തെളിവുകൾ കൈമാറിയതിൽ മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ എതിർപ്പറിയിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രി ആര്യാടൻ മുഹമ്മദും കോഴ വാങ്ങിയതും ശ്രീധരൻ നായരും സരിതയും ചേർന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കമുള്ള സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിയ ദിവസത്തെ മൊഴി സാധൂകരിക്കുന്ന തെളിവുകളാണ് സരിത കമ്മീഷന് കൈമാറിയത്. 12ഓളം ഫയലുകളും ഡിജിറ്റൽ തെളിവുകളും അടങ്ങുന്ന പെൻഡ്രൈവാണ് നൽകിയത്. സരിതയുടെ ക്രോസ് വിസ്താരം അവസാനിക്കാറായിരിക്കെ കമ്മീഷൻ സരിതയിൽ നിന്ന് തെളിവുകൾ സ്വീകരിക്കുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ തെളിവ് ശേഖരിക്കൽ അവസാനിച്ചിട്ടില്ലെന്നും പുതിയ തെളിവുകളിൽ ആർക്കൊക്കെ എതിരായി പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം സരിതയെ ക്രോസ് വിസ്താരം ചെയ്യാൻ അനുമതി നൽകുമെന്നും കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന് കൈമാറിയ തെളിവുകൾ എന്തൊക്കെയാണെന്ന് സരിത വെളിപ്പെടുത്തിയില്ല. ഓൾമോസ്റ്റ് എന്നെ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന തെളിവുകളിൽ ഒരു 75 to 80% ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് പേപ്പർ ഡോക്യുമെന്റ്സും മറ്റുള്ള കാര്യങ്ങളുണ്ട്. അതും ഞാൻ അതിൻ്റെതായ രീതിക്ക് 1-2 ഡിജിറ്റൽ എവിഡൻസസോടെ ഇഫ് അലോസ് കമ്മീഷൻ അലോസ് ഞാൻ സബ്മിറ്റ് ചെയ്യും. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ അഭിഭാഷകൻ തമ്പാനൂർ രവി, ജിക്കുമോൻ എന്നിവരുടെ അഭിഭാഷകരും സരിതയെ ക്രോസ് വിസ്താരം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിദഗ്ധ ചികിത്സയ്ക്കായി P. ജയരാജനെ തിരുവനന്തപുരം ശ്രീ ചിത്ര ആശുപത്രിയിൽ എത്തിച്ചു. ആംബുലൻസിൽ റോഡ് മാർഗമായിരുന്നു ജയരാജനെ എത്തിച്ചത്. യാത്രാമധ്യേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെ രാത്രി 8 മണിയോടെയാണ് തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര തിരുനാൾ മെഡിക്കൽ സെന്ററിൽ എത്തിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവരും ഒട്ടേറെ CPIM പ്രവർത്തകരും P. ജയരാജനെ കൊണ്ടുവരുന്നതും കാത്ത് ആശുപത്രിയിലെത്തിയിരുന്നു. P. ജയരാജനോട് സർക്കാരും CBIയും കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് കാണിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അന്ന് കൊല്ലാൻ കഴിയാത്ത ജയരാജനെ ഇന്ന് വിവിധ രൂപത്തിൽ കൊല്ലാക്കൊല ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് CBIയും ഗവൺമെൻറ്റും കൂടി ചെന്നെത്തിയിട്ടുള്ളത്. എന്തെങ്കിലും ഒരു മനുഷ്യത്വം CBIക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമായിരുന്നു. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ P. ജയരാജൻ നാട്ടിലുണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി തയ്യാറാക്കിയ ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജയരാജനെ കേസിൽ പ്രതിയാക്കിയത്. ശ്രീ ചിത്ര തിരുനാൾ മെഡിക്കൽ സെന്ററിലെ കാർഡിയാക് ICUവിലാണ് P. ജയരാജനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വിദഗ്ധ ചികിത്സ ആരംഭിച്ചതായും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. കോഴിക്കോട് നിന്നും ചൊവ്വാഴ്ച രാത്രിയാണ് P. ജയരാജനുമായി പ്രത്യേക ICU ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. ആംബുലൻസ് തൃശൂരിൽ വെച്ച് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് അവിടെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗ്രാഫിക്സ് തിരുത്തി വ്യാജ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമപ്രവർത്തകനെതിരെ കൈരളി പീപ്പിൾ TV നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. പീപ്പിൾ TVയും സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസും സംയുക്തമായി നടത്തിയ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേയിൽ ഉപയോഗിച്ച ഗ്രാഫിക്സ് തിരുത്തി വ്യാജ കാർഡ് പ്രചരിപ്പിച്ചതിനെതിരെയാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ജയ്ഹിന്ദ് TV കൊച്ചി ബ്യൂറോയിലെ മാർക്കറ്റിംഗ് എഡിറ്റർ ശ്രീനാഥ് ആണ് സോളാർ കേസിനെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന ഗ്രാഫിക്സ് തിരുത്തിയത്. സർക്കാരിനെതിരെ സരിത ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ ആര് എന്ന ചോദ്യമാക്കി തിരുത്തിയാണ് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത്. എന്നാൽ സംഭവം വിവാദമായതോടെ ശ്രീനാഥ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞു. കേന്ദ്ര റെയിൽ ബജറ്റ് നാളെ. വരുമാന വർധനവിനായി യാത്രാനിരക്ക് കൂട്ടണമെന്ന് 7ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ ബഡ്ജറ്റിൽ അംഗീകരിക്കും. യാത്രാനിരക്ക് വർദ്ധിപ്പിക്കും. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ സംസ്ഥാനങ്ങൾക്ക് പുതിയ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് കയ്യടി നേടാനും ശ്രമമുണ്ടാവും.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെയും നൽകാതെ സർക്കാർ ബുദ്ധിമുട്ടിക്കുകയാണെന്നാരോപിച്ച് LDF സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണ നടത്തി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു.